ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട് നിങ്ങളുടെ മുമ്പിൽ, മിസ്റ്റർ എ സി ജോർജ്. ഞങ്ങളുടെ പ്രസിഡന്റ്, ഈ മഹത്തായ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അടുത്ത് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ പ്രവർത്തകരുടെയും അവരുടെ മെമ്പേഴ്സിൻ്റെയും ഈ വേദിയിലിരിക്കുന്ന ജനസമൂഹത്തിൻ്റെയും പേരിൽ ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു പ്ലാക്ക് കൊടുത്ത് ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം വന്ധ്യപിതാവിൽ നിന്ന് ഈ പ്ലാക്ക് വാങ്ങിക്കണമെന്ന് ഞങ്ങളത് അഭ്യർത്ഥിക്കുകയാണ്. Let me read what is written in there. Proudly presented to Mr. A.C. George, President, India Catholic Association of America, 2004. Silver Jubilee Celebrations 2004. The entire leadership and membership of India Catholic Association of America wish to recognize your commitment and leadership, dedication and prickling spirit and efforts to lead and build a stronger and more effective organization. July 11, 2004. നമ്മുടെ സെക്രട്ടറി ജോസ് ഞാറക്കുന്നേൽ ഇങ്ങനെ ഒരു വലിയ ഫ്ലാഗുമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്കൊരു അതിശയം തോന്നി. ഞാൻ സ്വല്പം ഡിസ്റ്റർബ് ചെയ്ത് ഉടനെ നോക്കിയത് നിങ്ങളെല്ലാവരും നോട്ട് ചെയ്തിരിക്കും. കാരണം ഇതെനിക്ക് ഒരു ബിഗ് സർപ്രൈസാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഇതെന്താ ഈ ഫ്ലാഗുമായിട്ട് പെട്ടെന്ന് കയറി വരുന്നത്, യാതൊരു അറിവുമില്ല. ഇത് നമ്മുടെ ഈ കൊല്ലത്തെ എല്ലാ പ്രവർത്തകർക്കും, സിൽവർ ജൂബിലി കമ്മിറ്റിയിലെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. എനിക്ക് ഒരാൾക്ക് വേണ്ടിയല്ല. ദിസ് വാസ് എ ടീം വർക്ക്. നമ്മൾ എല്ലാവരും ഒരുമയോടെ നിന്ന് പ്രവർത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. ഇത് അസോസിയേഷൻ്റെ ഒരു ജനറൽ പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ സൂക്ഷിക്കുന്നതാണ്. ഇത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളതല്ല. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ലെന്നുള്ളതാണ് നമ്മുടെ പ്രമാണം. അതുകൊണ്ട് ഇത് താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദ താങ്ക് യു. ഞാൻ ഈ മീറ്റിങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ ഉൾപ്പെടെ പ്രസംഗങ്ങളോട് എല്ലാവരും പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. പലരും പറഞ്ഞു എന്നോട് വേണ്ട, നമ്മുടെ പരിപാടികളൊക്കെ നടക്കണ്ടേ, എങ്കിലും വളരെ ചുരുക്കി 1-2 മിനിറ്റിൽ പ്രസംഗിച്ച് തീർക്കാമെന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ആശംസാ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മംഗലോത്ത് അച്ഛനെ ക്ഷണിക്കുന്നു. അഭിവന്യ അങ്ങാടിയത്വത്തിനും പിതാവേ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോർജ്, ആദരണീയരായ വേദിയിൽ ആഗതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, എനിക്കൊന്ന് വേദി ഒത്തിരി സീരിയസ് ആണ്. എന്നും അത് ഞങ്ങളുടെ നാട്ടില് കൊച്ചൊരു സംസാരമുണ്ട്. സത്യം പറഞ്ഞ അപ്പച്ചനിൽ നിന്നും അമ്മയ്ക്ക് തല്ലുകേട്ട്, അല്ലെങ്കിൽ അപ്പച്ചൻ പട്ടിയിറച്ചി തിന്നും എന്ന് പറഞ്ഞാലും കൊച്ചൊരവസ്ഥയിലായപ്പോ ഞാൻ ഈ വിശിഷ്ടരായ നിങ്ങളോട് സംസാരിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുങ്ങിയിട്ടില്ല. ഇനി അതല്ല, നിങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ് ഞാൻ ഒരുങ്ങി വന്നിരുന്നെങ്കിൽ ഞാൻ 10-15 മിനിറ്റ് എടുത്ത് നിങ്ങൾ അവസാനം എന്നെ പിടിച്ചിറക്കി വിടുമായിരുന്നു ഈ വേദിയിൽ നിന്ന്. അതല്ല, അല്പം സൗമ്യമായിട്ട് പറയുകയാണെങ്കിൽ
മലങ്കര സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അഭിമന്യ ക്ലിമീസ് തിരുമേനി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചുമതല വഹിക്കുന്ന ഒരു അച്ഛൻ വന്നുടനെ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ അച്ഛനെ സ്റ്റേജിലേക്ക് ഒന്ന് ക്ഷണിച്ചതാണ് എന്ന് രക്ഷപ്പെടാൻ ഞാൻ പറഞ്ഞാൽ ചിലപ്പം എൻ്റെ ഓഡിയൻസിൽ നിന്ന് എനിക്ക് ഗൂഗിളിൽ കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, രജത ജൂബിലി ആഘോഷിക്കുന്നതായ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ മലങ്കര കത്തോലിക്ക സഭയുടെ ഹൃദയം നിറഞ്ഞതായ അതിൻ്റെ വ്യക്തികളുടെ അഭ്യുന്നത പിതാക്കന്മാരുടെ പേരിൽ എല്ലാവിധമായ ആശംസകളും ഈ സംഘടനയ്ക്ക് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ 25-ാം വർഷത്തിൽ ഇതിൻ്റെ സാന്നിധ്യം വഹിക്കുന്നതായ ഇതിൻ്റെ ആൾക്കാർ തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഈ 25-ാമത്തെ വർഷം ഇതിൻ്റെ ഭരണ സാന്നിധ്യം വഹിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അനുഗ്രഹം നൽകിയിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിനായിട്ട് ഇതിന് ഭാരവാഹികളെ പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ കേരളത്തിൽ നിന്നും ഈ അമേരിക്കയിൽ എത്തിപ്പെട്ടിട്ടുള്ളതായ 3 റീത്തിലെ അല്പസ്വല്പ വ്യത്യസ്തങ്ങളായ 3 റീത്തിലെ വ്യത്യസ്തമായ ആചാരങ്ങളും ചില പാരമ്പര്യങ്ങളും ആരാധനാ ക്രമങ്ങളും ഉള്ളതായ അപ്രകാരമുള്ള ജനങ്ങളെ ഒത്തൊരുമിപ്പിച്ച് കഴിഞ്ഞ 25 വർഷക്കാലത്തോളം ശക്തമായിട്ട് ഇതിൻ്റെ സംഘടനയെ ഭരിക്കുവാനായിട്ട് ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മുൻ ഭാരവാഹികളൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ രജത ജൂബിലിയുടെ അവസരത്തിൽ ഇതിന് ഭരണ സാന്നിധ്യം നൽകിയിട്ടുള്ളതായ എല്ലാ പ്രിയപ്പെട്ട ബഹുമാന്യരായ ആദരണീയരായ വ്യക്തികളെയും ഞാൻ ഈ അവസരത്തിൽ ചിന്തിച്ചുകൊണ്ട് അവർക്ക് അഭിനന്ദനങ്ങൾ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ജൂബിലി അവസരങ്ങളിൽ പിന്നിലേക്കൊക്കെ ചിലപ്പോൾ നോക്കി നാം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ചിലപ്പോൾ പഴമയിൽ നിന്നും പിന്നിലേക്ക് നോക്കി ആ ഇന്നലകളുടേതായ സവിശേഷതകളെ ചിലത് മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ തിരുത്തണമെങ്കിൽ തിരുത്തിയും അതിൽ നിന്നും അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള അവസരം കൂടിയാണ്. ചിലപ്പോൾ ഈ വേദി കാണുമ്പോൾ ചിലപ്പോൾ ശക്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട് ഉള്ളതായ ആ ചൈതന്യം ദൈവം തമ്പുരാന് നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ പ്രവർത്തകർക്കും ഒക്കെ നൽകട്ടെ എന്നുള്ളതായ നല്ലൊരു ആശംസയോടുകൂടി എനിക്ക് ഈ അവസരം തന്നതിൻ്റെ എല്ലാ ഭാരവാഹികളെയും നന്ദിയോടുകൂടി ഞാൻ ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും ബഹുമാനപ്പെട്ട ജോസ് കണ്ടത്തിലൂടി അച്ഛൻ പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ഈ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ വളരെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, പ്രവർത്തകരെ, സ്നേഹിതരെ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ എന്നുള്ള ഒരു അസോസിയേഷൻ 25 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചപ്പോൾ അങ്ങനെയൊരു അസോസിയേഷൻ തുടങ്ങാൻ വേണ്ടി പ്രവർത്തിച്ചവരിൽ ചിലരെല്ലാം ഇന്ന് സ്വർഗത്തിലിരുന്ന് നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ കാണുകയും സന്തോഷിക്കുകയുമായിരിക്കും എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ സ്ഥാപകനായ C.T. തോമസിനെ ഞാൻ അനുസ്മരിക്കുന്നു. അന്ന് ഈ സംഘടന സ്ഥാപിച്ചപ്പോൾ അവർക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ
അവർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അന്ന് മുതൽ പ്രവർത്തിച്ചിരുന്ന ഒത്തിരി പേര് അതിനോട് സഹകരിച്ചു. അന്നത്തെ പശ്ചാത്തലം നോക്കിയാൽ ഇവിടെ അമേരിക്ക പോലെ ഒരു കടലായി കിടക്കുന്ന രാജ്യത്ത് ഇന്ത്യയിൽ നിന്ന് വന്നു ചേരുന്ന ഓരോ ഇൻഡിവിജ്വലും കടലിലേക്ക് ഒരു ചെറിയ കല്ലെറിയുന്നത് പോലെ ഇവിടെ വന്ന് വീഴുന്നു, ഇവിടെ അങ്ങ് ലയിച്ചില്ലാതാകുന്നു. ഇവിടുത്തെ കൾച്ചറിൽ, ഇവിടുത്തെ സൊസൈറ്റിയിൽ അലിഞ്ഞ് ഒരു ചലനമേ അല്ലാതാകുന്ന അവസ്ഥയായി. അങ്ങനെ പോരാ, നമുക്കൊരുമിച്ച് നിന്ന് നമ്മുടേതായ പാരമ്പര്യങ്ങളും നമ്മുടേതായ രീതിയിലുള്ള ഒരുമിച്ച് കൂടലുകളൊക്കെ നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കണമല്ലോ ഒരു അസോസിയേഷൻ തന്നെ രൂപം കൊണ്ടത്. അന്ന് സീറോ മലബാർ റീത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ലത്തീൻ റീത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ സീറോ മലങ്കര റീത്തിനെ കുറിച്ചോ ഉള്ള എക്ലേസിയലായിട്ടുള്ള സഭാത്മകമായ ചിന്താഗതിയോട് കൂടിയൊന്നും ഇങ്ങനെയൊരു പ്രസ്ഥാനം തുടങ്ങിയതല്ല. ഇന്ത്യയിൽ നിന്ന് വന്ന് നമ്മൾ ഒക്കെ കത്തോലിക്കൽ, നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കാലങ്ങൾ കടന്നുപോയി. ഇന്ന് ഓരോ സഭയും സഭയുടെ തനതായ അവസ്ഥയിലൂടെ വളരുകയാണ്. അപ്പോൾ ഇത്രയും 25 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ന് ജൂബിലി ആഘോഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രവർത്തകരായ എല്ലാവരും കൂടി ഇരുന്ന് ഈ അസോസിയേഷൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. ഇതിൻ്റെ ഒരു വിഷൻ എന്താണ്? പഴയ വിഷൻ മതിയോ, അതെയോ പുതിയ വിഷൻ വല്ലതും വേണോ? രൂപത ചിക്കാഗോയിൽ സ്ഥാപിതമായി സീറോ മലബാർ അൽമായരുടെ കാര്യങ്ങൾ അവർ നോക്കുന്നു. സീറോ മലങ്കര സഭയ്ക്ക് ഒരു അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ വെച്ചുകൊണ്ട് അതിൻ്റെ ചുമതല അവരെ ഏൽപ്പിച്ചിരിക്കുന്നു, അവർ നടത്തുന്നുണ്ട്. ലത്തീൻ സഭയിൽപ്പെട്ടവർ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടി കുർബാനകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു ഒരുമിച്ച് കൂടൽ മതിയോ? ഞാൻ ജർമ്മനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊളോണിലാണ് വല്ലപ്പോഴും ഒരു മലയാള സിനിമ കൊണ്ടുവരിക. അവിടെയുള്ള മലയാളികൾ മുഴുവനും ജാതിയോ മതം. മിസ്റ്റർ ജോർജ് വന്യ പിതാവെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കന്യാസ്ത്രീകളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ 25 കൊല്ലം മുമ്പ് ഇവിടെ ഉടലെടുത്തപ്പോൾ അതിൻ്റെ ഭരണഘടനയിൽ ആദ്യമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ മുഖ്യമായ ലക്ഷ്യം ഇന്ത്യയിൽ നിന്ന് വന്ന കത്തോലിക്കരുടെ സാമൂഹിക, സാമ്പത്തിക, കൾച്ചറലും അതിനുപരിയായി അവരുടെ സ്പിരിച്വൽ നീഡ്സിനും വേണ്ടി ആരുമില്ലാതിരുന്ന സമയത്ത് ഈ 3 റീത്തുകളെയും ഒന്നിപ്പിക്കുവാൻ വേണ്ടി അന്ന് വളരെ എളിയ തോതിൽ ഈ ട്രൈ സ്റ്റേറ്റിൽ ഉടലെടുത്ത ഒരു സംഘടനയാണിത്. ആ സംഘടന വളർന്ന് ഇന്നിവിടെ എല്ലാ റീത്തുകൾക്കും അവരുടേതായ രൂപതകളോ മിഷനോ സ്ഥാപിക്കുവാൻ ഈ അസോസിയേഷൻ അങ്ങേയറ്റം ആത്മാർത്ഥമായി പരിശ്രമിച്ചു. അവരതിന് ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ പ്രചോദനമായി, അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുവാൻ വേണ്ടി ഈ 25 വർഷം തികയുന്ന നമ്മൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇന്നലെ പുതുതായിട്ട് അതേ ഉദ്ദേശങ്ങളോടും ലക്ഷ്യങ്ങളോടും കൂടി അതേസമയം ഈ ട്രൈ സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അമേരിക്കൻ ഐക്യനാടുകളിലും കാനഡയിലുമുള്ള കത്തോലിക്കരെ സീറോ മലബാർ, മലങ്കര, ലത്തീൻ അവരുടെ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾക്ക് അവർക്ക് അവരുടേതായ മിഷനുണ്ട്. അല്ലാതെ സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റികൾക്കും ഈവൻ ഇൻക്ലൂഡിങ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനും വേണ്ടി ഒരു ഫോറം ഉണ്ടാക്കാൻ നോക്കുക. അതിനുവേണ്ടി ഉടലെടുത്ത ഒരു ചെറിയ കാൽവയ്പ്പാണ് നമ്മളൊരു ഫെഡറേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിന് ഇന്നലെ നമ്മളൊരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അഡ്ഹോക് കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഇതിനെപ്പറ്റി കൂലംകുഷമായിട്ട് ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കുവാനാണ് ഇന്നലെ തീരുമാനിച്ചത്. അതിൻ്റെ ഫാരം
എന്നിൽ ഏൽപ്പിച്ചപ്പോൾ ഞാനത് നിരസിച്ചില്ലെങ്കിലും എളിമയോടുകൂടി അത് സ്വീകരിക്കുകയും ചെയ്തു. കാരണം മഹത്തായ ഒരു വർക്കാണ് മുന്നിൽ കിടക്കുന്നത്. അത് വളരെ നിസ്സാരമായിട്ട് തീരുകയില്ല എന്നറിയാം. പക്ഷേ അതിനുവേണ്ടി പ്രഗത്ഭരായ പലരെയും എൻ്റെ കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഹൂസ്റ്റണിൽ നിന്നും ഫ്ലോറിഡയിൽ നിന്നും ബോസ്റ്റണിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചു. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ എടുത്ത ഒരു നല്ല തീരുമാനമാണ് അത്. ഞങ്ങളെല്ലാവരും ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വന്ന കത്തോലിക്കരെ ഒന്നായിട്ട്, കത്തോലിക്ക സഭയുടെ മുദ്രാവാക്യം തന്നെ നമ്മൾ കത്തോലിക്ക സഭ സാർവത്രികമാണ്, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടുള്ള സഭയാണ് നമ്മുടെ കത്തോലിക്ക സഭ. അപ്പം ഈ റീത്തിനുപരിയായി നിന്നുകൊണ്ടിട്ട് നമ്മൾ ലേമനെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇന്നലെ ഇത് ഫോം ചെയ്തത്. അതിന് നിങ്ങൾ ഓരോരുത്തരുടെയും അങ്ങേയറ്റം സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. എന്നെ നിങ്ങൾ ഇതിൻ്റെ ഈ തരത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ടിട്ട് ഞാൻ ഒന്നും മാത്രം ചെയ്തുകൊണ്ട് യാതൊന്നും ആവുകയില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. എങ്ങനെ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ഈ ട്രൈ സ്റ്റേറ്റിൽ മുന്നേറിയോ അതുപോലെ തന്നെ ഈ ഫെഡറേഷനും ഈ അമേരിക്കൻ ഐക്യനാടുകളിലും കാനഡയിലും അതിൻ്റെ കൊടി പാറി കളിപ്പിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ സഹായിക്കണം. അതിനുവേണ്ടി നിങ്ങളോട് ഞാൻ അങ്ങേയറ്റം യാചിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ, ഈ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ ഇത് അങ്ങേയറ്റം ഓടി പിടിപ്പിക്കുവാൻ വേണ്ടി വളരെയധികം വർക്ക് ചെയ്ത ഒരാളാണ് AC ജോർജ്. അതുപോലെ ഇതിൻ്റെ ഓരോ അംഗങ്ങളും ഈ സമയത്തിൽ എനിക്കൊരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. ഈ ഇന്ത്യ കാത്തലിക് അസോസിയേഷനോ ഈ ഫെഡറേഷനോ, ഇറ്റ് ഈസ് നോട്ട് എ സിങ്കിങ് ഷിപ്പ്, ഇറ്റ് ഈസ് എ ഫ്ലോട്ടിംഗ് ഷിപ്പ് ഫോർ ദ ഹോൾ കമ്മ്യൂണിറ്റി. താങ്ക് യു വെരി മച്ച്. അഭിയന്ത പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, ശിഷ്ടാദികളെ, AC ജോർജ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബെൽ ബിഗിനീസ് ഹാഫ് ഡൺ എന്നാണ് പറയുന്നത്. തീർച്ചയായും ഈ ജൂബിലി വർഷത്തിൽ നല്ലൊരു തുടക്കം നമ്മൾ ഈ അസോസിയേഷനെ കുറിച്ചു. കഴിഞ്ഞ വർഷം ഞാൻ അവിടുത്തെ നമ്മുടെ പുതിയ ഇടവകയിലെ സിറോ മലബാർ ഇടവകയിലെ വികാരിയായിട്ട് ചാർജ് എടുത്ത അവസരത്തിൽ ഒത്തിരിയേറെ ആൾക്കാർ പറഞ്ഞു പഴയ തലമുറയെ മറക്കരുത് എന്ന്. പഴയ തലമുറ ഒത്തിരിയേറെ ത്യാഗം ചെയ്ത് കഷ്ടപ്പെടുകയാണ്. നമുക്ക് സ്വന്തമായ ഒരു രൂപത കൈവരുവാനും സ്വന്തമായ രീതിയിൽ ആരാധിക്കുവാനുമായിട്ടൊക്കെ ഒത്തിരിയേറെ ത്യാഗം ചെയ്ത ഒത്തിരിയേറെ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് എല്ലാ റീത്തുകൾക്കും രൂപതകളും മിഷനുകളും ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു ചിന്ത വന്നു, എല്ലാവരും ഓരോ പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി, പിന്നെ അസോസിയേഷൻ വലിയ കാര്യമില്ലല്ലോ. പക്ഷേ ഈ ജൂബിലി വർഷത്തിൽ ഈ അസോസിയേഷന് എല്ലാ റീതിയിൽപ്പെട്ട എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് വലിയൊരു ശ്രമമാണ് നടത്തുക. അതിനുള്ള തുടക്കമാണ് ഇവിടെ കുറിച്ചിരിക്കുക. നമുക്കറിയാം, നമ്മുടെ ദൈവജനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ദൈവജനത്തെ കൈപിടിച്ച് നടത്തുവാനും ഉയർത്തുവാനും തകർച്ചയിലൂടെ പോകുമ്പോഴെല്ലാം അതിനെ നേർവഴിയിലേക്ക് നയിക്കുവാനായിട്ട് ദൈവം പ്രവാസികരെ നയിച്ചിരുന്നു, അനുയുക്തരായ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഈ അസോസിയേഷനെ ഏറ്റവും ഉന്നതിയിലേക്ക് കൈപിടിച്ച് നടത്തുവാനായിട്ട് ദൈവം പ്രത്യേകമായിട്ട് കണ്ടുപിടിച്ച വ്യക്തിയാണ് ശ്രീ AC ജോർജ്. അദ്ദേഹത്തിൻ്റെ അശ്രാന്തമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഒരു തളർച്ചയിലേക്ക് പോയിരുന്ന ഈ അസോസിയേഷനെ കൈപിടിച്ചുയർത്തുവാനായിട്ട് ആദ്യകാല നേതാക്കന്മാരെല്ലാം തേടി പിടിച്ചവരെ എല്ലാം ഇവിടെ കൊണ്ടുവരുവാനായിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒക്കെ ഇൻവിറ്റേഷൻ അയച്ച് എല്ലാവരെയും ഒരു സന്ദേശം കൊടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട വൈദികരെയും അഭിയന്ത പിതാക്കന്മാരെല്ലാം അദ്ദേഹം വ്യക്തിപരമായിട്ട് ഫോണെല്ലാം വിളിച്ച് കത്തുകളൊക്കെ എഴുതി അയച്ചൊക്കെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു നേതൃത്വം നമുക്കുണ്ട്. തീർച്ചയായും ഈ ജൂബിലി വർഷത്തിൽ നല്ലൊരു തുടക്കം നമ്മൾ കുറിച്ചിരിക്കുന്നെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ബഹുമാനപ്പെട്ട കണ്ടത്തുകുടി അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. നമ്മുടെ എല്ലാ റീതിയിൽപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെയും എല്ലാ ആൾക്കാരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് അണിചേർത്തുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള ആൾക്കാരെ കൈപിടിച്ച് നടത്തുവാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള വലിയ ഉത്തരവാദിത്വവും വെല്ലുവിളികളും ഈ അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്നു. തീർച്ചയായും AC ജോർജിൻ്റെ മറ്റൊരു വലിയ നേതൃത്വ ഗുണം ഞാൻ കണ്ടത് എല്ലാവരെയും ഒന്നിച്ചു നിർത്താനായിട്ടുള്ള അദ്ദേഹത്തിന് കഴിവാണ്. അദ്ദേഹത്തിന് അറിയാം ഏതെങ്കിലും തരത്തിൽ പോരായ്മ ഉണ്ടാകാതിരിക്കാനായിട്ട്
ഓരോ തരത്തിലും ഓരോ ആൾക്കാരെ പ്രത്യേകമായിട്ട് കണ്ടുപിടിച്ചതെല്ലാം അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു. തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ വലിയൊരു വിജയവും നമ്മുടെ ഭാവിയിലുള്ള നമ്മുടെ വലിയ പ്രതീക്ഷയും. തീർച്ചയായും ഈ അസോസിയേഷൻ ഒത്തിരിയേറെ നന്മകൾ, ഒത്തിരിയേറെ ആത്മീയവും ഭൗതികമായ നന്മകൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതിലുപരിയായ നന്മകൾ ചെയ്യുവാനായിട്ട് ഈ ജൂബിലി ആഘോഷം നമ്മെ പ്രേരിപ്പിക്കട്ടെ. അതിന് ഇവർക്ക് വേണ്ട ശക്തിയും ദൈവാനുഗ്രഹവും ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും സിറോ മലബാർ രൂപതയെ ഈ ന്യൂയോർക്കിൽ പടുത്തുയർത്തുവാനായിട്ട് പ്രത്യേകമായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവിധ ആത്മാർത്ഥമായ സഹകരണവും പ്രോത്സാഹനവും തന്ന് ഈ അസോസിയേഷനെ വളർത്തിയെടുക്കുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ അസോസിയേഷന് എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. അടുത്തതായിട്ട് ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ ജോൺ ഐസക്. സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, വൈദികരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഫൊക്കാനയുടെ ഒരു സന്ദേശവുമായാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ത്യൻ കാത്തലിക് അസോസിയേഷനും 22 വർഷം പിന്നിട്ടിരിക്കുന്ന ഫൊക്കാനയുമായി വളരെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ഇതിലെ പല പ്രവർത്തകരും ഫൊക്കാനയുടെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തകരായിരുന്നു. രജത ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ കാത്തലിക് അസോസിയേഷനും ഇതിൻ്റെ അധ്യക്ഷൻ ശ്രീ AC ജോർജിനും ഇതിൻ്റെ സംഘടനാ പ്രവർത്തകർക്കും ഫൊക്കാനയുടെ നാമത്തിലും എൻ്റെ എളിയ നാമത്തിലുമുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു. ഒരിക്കൽ കൂടി രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ സംഘടനയ്ക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. AC ജോർജിനെ പറ്റി നല്ല വാക്ക് പറഞ്ഞ എല്ലാവർക്കും, പ്രത്യേകിച്ച് ആൻഡോ കരോട്ടേലച്ചനും എല്ലാം എൻ്റെ അകൈതവമായ നന്ദി. ഇതൊരു ടീം വർക്കാണ്. എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ട്, എൻ്റെ ഒപ്പം ഉണ്ട്. എല്ലാ കമ്മിറ്റികളും സമാധാനപരമായിരുന്നു, വളരെ അമീക്കബിളായിരുന്നു എല്ലാ പരിപാടികളും. എല്ലാവരുടെ സഹകരണം മാത്രം, എൻ്റെ മാത്രമല്ല, ദൈവാനുഗ്രഹം. താങ്ക് യു അഗെയിൻ. എല്ലാ നല്ല വാക്കുകൾക്കും താങ്ക് യു. നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ ധാരാളം ചെലവുകളൊക്കെ ഉണ്ടായിരുന്നു. നിറഞ്ഞ മനസ്സോടെ ഹൃദയം തുറന്ന് നമ്മളെ സഹായിച്ചവർ ധാരാളമുണ്ട്. ചിലർ ഫൈനാൻഷ്യലായിട്ട് സഹായിച്ചു. അപ്പോൾ അതിലൊരു പ്രമുഖ വ്യക്തി, ഇന്നലെ ധാരാളം പേർക്ക് നമ്മൾ അവാർഡുകൾ കൊടുത്തു. ഇന്ന് എൻ്റെ സുഹൃത്ത്, വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ പ്രസിഡൻറ്റ്, ന്യൂയോർക്കിലെ ന്യൂ റോഷൽ സിറ്റി കൗൺസിലിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണർ, അതേമാതിരി ഇവിടെയുള്ള സാമൂഹ്യ തലങ്ങളിൽ ഫൊക്കാനയിൽ എല്ലാം പ്രവർത്തിച്ച് അവരുടെ പ്രവർത്തനശേഷി തെളിയിച്ച ഒരു പ്രമുഖ വ്യക്തി മിസ്റ്റർ തോമസ് കോശി, പ്രമുഖ ബിസിനസ് ലീഡർ കൂടെയായ തോമസ് കോശി ഇവിടെ ആഗതമായിട്ടുണ്ട്. നമ്മുടെ അസോസിയേഷനെ അദ്ദേഹം കൈയയച്ച് സംഭാവന തന്ന് സഹായിച്ചു. അദ്ദേഹത്തെ ഈ അവസരത്തിൽ അംഗീകാരത്തിനായിട്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ തോമസ് കോശി. Let me read what is written there. Proudly present to Mr. Thomas Koshi, SS Commodities and Services, in recognition of your outstanding community service and valuable contribution to the ICAA Silver Jubilee Celebrations 2004 sponsor. Thank you.
വന്യ വൈദികർ, വിശിഷ്ട അതിഥികൾ, ഞാൻ ഒരു സ്പീച്ചിന് തയ്യാറായിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു ക്ഷമാപണത്തിന് തയ്യാറാണ്. കാരണം ഞാൻ ഇന്നലെ ഇവിടെ എത്തേണ്ടതായിരുന്നു. എന്നാൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും ഞങ്ങളുടെ പള്ളിയുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രാജുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അതിന് പ്രത്യേക ക്ഷമാപണം. AC പറഞ്ഞ പോലെ ഒരുപാട് വലിയ ക്രെഡൻഷ്യൽസ് ഒക്കെ എന്നെ പറ്റി പറയുകയുണ്ടായി. ഇറ്റ് ലുക്സ് ലൈക്ക് ഐ ആം ഓവർ സോൾഡ് ഹിയർ. താങ്ക് യു വെരി മച്ച്. AC എൻ്റെ ഒരു ഉത്തമ സുഹൃത്താണ്. എത്ര പറഞ്ഞാലും വാക്കുകൾ കൊണ്ടോ വാചകങ്ങൾ കൊണ്ടോ AC-യുടെ കഴിവുകൾ പറഞ്ഞു തീർക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ സംഭാവനകൾ വർഷങ്ങളോളം തന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ് AC ജോർജ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി മിസ്റ്റർ സെബാസ്റ്റ്യൻ ഏഴാത്ത്, എൻ്റെ ഉറ്റമ സുഹൃത്തും വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ്റെ എക്സ് പ്രസിഡൻറ്റും ഈ വർഷത്തെ എക്സ് ഒഫീഷ്യോയും കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത്. എനിക്ക് എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞു തരുന്നതും എപ്പോഴാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഗുണങ്ങളൊക്കെ പറയുന്നതും ഒക്കെ തരുന്നത് സെബാസ്റ്റ്യനാണ്. ഇവരുടെ രണ്ടുപേരുടെയും അകമഴിഞ്ഞ സംഭാവനകൾ മറ്റുള്ള സാഹിത്യകാരന്മാർ ഇന്നലെ വാങ്ങി, ഇനി ബാക്കി വാങ്ങാൻ വരാത്തവർ ഇത് മെയിലിൽ മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയ മാതിരി മെയിലിൽ അയച്ചു കൊടുക്കുന്നതാണ്. ഒരു സെക്കൻഡ് നമ്മുടെ 2 പ്രൈസ് നേടിയ നമ്മുടെ സുപ്രസിദ്ധമായ സാഹിത്യകാരി ട്രേസ്യാമ്മ തോമസ്, നാടാവള്ളി. പിതാവേ, വിശിഷ്ടാതിഥികളെ, ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ കവിതാ പുസ്തകത്തിന് അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ടാഗോറിൻ്റെ ഒരു കവിതയുണ്ട്. അസ്തമയ സൂര്യൻ മൺചരാതിനോട് ചോദിച്ചു, ഞാൻ എന്താണ് നിനക്ക് തരേണ്ടത്? മൺചരാത് പറഞ്ഞു, അല്പം പ്രകാശം. ആ പ്രകാശം ഏറ്റെടുത്ത് ഞാൻ ഇരുട്ട് സമയത്ത്, സന്ധ്യാസമയത്ത് അല്പം പ്രകാശം മറ്റുള്ളവർക്ക് കൊടുത്തോളാം, എന്നാൽ ആവും വിധം എന്ന് മൺചരാത് പറഞ്ഞു. അതുപോലെ ഞാനും എന്നാൽ ആവും വിധം ഈശ്വരൻ എനിക്ക് തന്ന വരപ്രസാദത്തിൽ നിന്നും ആ ആത്മപ്രകാശത്തിൽ നിന്നും ഞാൻ എൻ്റെ കൊച്ചു കൊച്ചു കവിതകൾ മെനഞ്ഞെടുക്കുകയായിരുന്നു. പരിശുദ്ധ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഭാവങ്ങളെ ഞാൻ എൻ്റെ കവിതയിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് അനുവാചകർക്ക് ഒരുപക്ഷെ നേരിയ നൊമ്പരങ്ങളായോ സാന്ത്വനങ്ങളായോ അനുഭവപ്പെടും എന്നെനിക്ക് തീർച്ചയായും ഉറപ്പുണ്ട്. എനിക്ക് എൻ്റെ കവിതകൾ എഴുതുവാൻ പ്രചോദനം തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും, ഈ വേദിയിൽ എനിക്ക് അവാർഡ് വാങ്ങിക്കാൻ അവസരം തന്ന കാലിക് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും, ഈ അവാർഡ് എനിക്ക് തരാൻ തന്ന ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങളോടും എനിക്ക് പ്രത്യേകമായി നന്ദിയുണ്ട്. എന്നെ കേട്ട എനിക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചടങ്ങ് പൊന്നാട അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ലീല മാറേറ്റ്.
Excellency Madhya Nadiath, respected priests, nuns, distinguished guests, and dear friends. As we are celebrating the 25 years Silver Jubilee of ICA, ICA went a long way since its inception. In 1979, when we are remembering all those who worked hard in its baby stage. ICA was formulated in 1979 mainly to have masses in our own language and was the only stage for all the Catholics of the three different rites, Malankara, Latin and Syro-Malabar, to come together. ICA had ups and downs, trials and tribulations, but it's going on and it will go on. ICA is a widespread association in tri-state area and it has about 1,600 life members. ICA now like to recognize all the past presidents of these years. Officials of India Catholic Association of America for 25 years. I am reading the names of the presidents in the chronological order of the year from 1979. 1979, Dr. Joseph Augustus. 1980, Dr. Joseph Augustus. I think he is not here. 1981, Mr. John Panikkar. 1982, late Mr. Anthony Tanikad. I like to invite Mrs. Anthony Tanikad, Veronica Tanikad, to receive the Pannada. Is Veronica here? Mr. Anthony Kalladandil. 1984, Mr. Jose Pudiyamadam. I think Thomas is receiving the Pannada. Late Mr. Cyril Pereira. Anybody from Cyril Pereira's family? Mr. Cyril Pereira. 1986, Mr. Joseph Pungudi. 1991, Mr. George Paul Sr. 1992, Mr. Baby Thotukadavil. 1993, late Mr. C.T. Thomas. Anybody from C.T. Thomas family? No. 1995, Thomas. 1995 and 1996, Thomas, 2 years. Mr. George Edeodil.
Sebastian Ayrat. Mr. Paulos Benventum. Mr. Paulos. 2001, Mr. Siriak Tautam. 2002, Mr. Shajimon Vettam. 2003, Mr. Joseph Kalappurakal. Is he in or anybody from his family? Joseph Kalappurakal. Finally, 2004, Mr. A.C. George. Thank you. This is the end of the ceremony. ഞങ്ങളെല്ലാം ജൂബിലിയറിയൻസായി ഞങ്ങളെല്ലാം മാനിച്ചതിൽ എല്ലാവർക്കും ഇത് തന്നവർക്കും എല്ലാം നന്ദി പറയുന്നു. ഇതോടൊപ്പം ഞാൻ ഈ അസോസിയേഷന് വേണ്ടി അത്യുത്ഥാനം ചെയ്ത് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ സെറിൽ പെരേര, ആൻ്റണി താനിക്കാട്, ആദ്യത്തെ ഇതിന് ഉദയം ചെയ്യാൻ ഞങ്ങളെ സഹായിച്ച C.T. തോമസ് എന്നീ 3 പേർക്ക് വേണ്ടി ഈ അവസരത്തിൽ ആദരസൂചകമായിട്ട് 1 മിനിറ്റ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 1 മിനിറ്റ് പ്രാർത്ഥന. എല്ലാവരും ഒരിക്കൽ കൂടെ മംഗളങ്ങൾ. അടുത്തതായിട്ട് ഒരു ഫോട്ടോ എടുക്കണം. എല്ലാവരും ഒരുമിച്ചൊരു ഫോട്ടോ. ഇതിന് ശേഷം നമ്മൾക്കായിട്ട് വലിയ കൾച്ചറൽ പരിപാടികൾ, നൃത്തോത്സവം, സംഗീതോത്സവം എല്ലാം തയ്യാറായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ പോകാവുള്ളൂ. ഏതാണ്ട് 8:30 വരെ നമുക്ക് പരിപാടികളുണ്ട്. നമ്മുടെ അടുത്ത പരിപാടി ഇവിടെ വാശിയോടുകൂടി മത്സരിച്ച് സമ്മാനങ്ങൾ വാങ്ങിച്ച നമ്മുടെ കൊച്ചുമൊടുക്കർക്ക് സമ്മാനം കൊടുക്കുന്ന ചടങ്ങാണ്. We are very proud of you. We are secure that you are with us. Whenever President called you, you said no problem. We thank you for that. As servants of God, as servants of this community, as servants of this India Catholic Association, we have a humble suggestion. Maybe we need a satellite office here. You are missing all the actions. So you should be staying with us 2 months, then go to Chicago 1 month, come back. I think we can present more celebrations and grand melas to you, so you can watch our kids growing. Thank you, Your Excellency. Now, our thanks goes to all the priests who came to support us. Especially our vicars of Hempstead, Father Ibrahim Karot, and Bronx Church, Jos Kadatikudi, and other priests. Reverend Fathers, our sincere thanks to you. Now there is an individual
I want to offer some special thanks. That personality is Mr. A.C. George and his families. They work hard for the last 4 to 5 months. I think George, tonight is the night he's going to sleep 8 hours. He had been up to 1 p.m., 1 a.m., 2 a.m. to do everything for us. Mr. George, thank you and your family. Now, our sincere thanks goes to all the members and committee members and trustee members who work hard for this celebration. Thank you. Now, our thanks goes to all the ex-presidents and their committee members who were here, who supported us all the way. Thank you. Also, Father Augustine, thank you for your short speech and your beautiful words. Thank you. And also we have a couple of Fokana officials here. We wish them good luck and we offer you our support for your 2006 program. Thank you. Our sincere thanks goes to all the participants in all the competitions and their talents. Thank you. We greatly appreciate Mr. Ediodi and Mr. Adams and the other committee members and their contributions to this association. A great thank you. We extend our sincere thanks to the photographers and video recorders and news media personnel for their support. Thank you. And also, our sincere thanks goes to the talent competitions conducted by Mary Philip. Mary, you did a great job and superb job. Thank you. Lastly, our sincere thanks goes to each and every one of you, and for your presence, for your contributions, and for your support. Thank you. God bless ICAA. God bless USA. Thank you. Have a nice evening. Thank you. നമ്മുടെ SMCCയുടെ നാഷണൽ സെമിനാർ കൺവെൻഷൻ അടുത്ത വെള്ളിശ്ശേരി ഞായറുകളിൽ നടക്കുന്നുണ്ട്. നിങ്ങളോട് 2 വാക്ക് SMCC കൺവെൻഷൻ്റെ വൈസ് ചെയർമാൻ മിസ്റ്റർ ജോസഫ് വാണിയപ്പള്ളി പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. മിസ്റ്റർ ജോസഫ് വാണിയപ്പള്ളി. शादी वाली रात में भी झूले झूलाती हो
What a wonderful program. Give them a big hand. ഭാരതീയ സംസ്കാരത്തിൻ്റെ മുഖ്യ ഘടകമാണ് അവിടുത്തെ വസ്ത്രധാരണ രീതി. പല പല ഭാഷകൾ സംസാരിക്കുന്ന വിവിധ ഇനം വസ്ത്രങ്ങൾ ധരിക്കുന്ന ഭാരതീയരെ ഒരു കുടക്കീഴിൽ അണിനിരത്തുകയായിരുന്നു ഈ ഈ ഷോയിൽ പങ്കുചേർന്ന് ഭംഗിയായി അവതരിപ്പിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി ഓരോ കപ്പിൾസിനെ ഞാൻ പരിചയപ്പെടുത്താം. മലയാള തനിമ അല്ലെങ്കിൽ ലജ്ജാവതിയെ മോഡേൺ മലയാളി ഗേൾസായിട്ട് കപ്പിൾസായിട്ട് നിങ്ങളെ കോരി ധരിപ്പിച്ചത് മിസ്സസ് മേരി ആൻഡ് മിസ്റ്റർ തോമസ് സി മാത്യു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നാടാണല്ലോ ഗുജറാത്ത്. ഭാരത ചരിത്രം പരിശോധിച്ച വളരെ പ്രാധാന്യമുള്ള ഒരു നാടാണ് ഗുജറാത്ത്. ധാരാളം സിംഹങ്ങളോടുള്ളതാണ് കേരളം. ഗുജറാത്തിൽ നിന്നും വെഡിങ് ഗാർമെന്റ്സിലെത്തിയ കപ്പിൾസാണ് വിൻസി ആൻഡ് തോമസ് അയാത്തപാട്. സായം സന്ധ്യാസമയത്ത് ഇളകാറ്റിലാടുന്ന പച്ചിലകളും കിളികൾ ചേക്കേറുമ്പോൾ ഉണ്ടാകുന്ന കലബല ശബ്ദവും പ്രതിജനിപ്പിക്കുന്ന സോഷ്യൽ ഈവനിങ് വെയറിട്ട് ധരിച്ചു വന്ന കപ്പിൾസാണ് മിസ്സസ് എൽസി ആൻഡ് തമ്പി മാത്യു. മനോഹാരിതയിൽ ഭാരതത്തിന്റെ കിരീടം ചൂടി നിൽക്കുന്ന ഭൂമിയിലെ പർദീസ് എന്ന അപരനാമമുള്ള കാശ്മീരിൽ നിന്ന് ഇറങ്ങിയ യുവമിഥുനങ്ങൾ ഷെറി ആൻഡ് ജോർജ് നാമ്പ്യ പറമ്പിൽ. നമ്മുടെ ആദ്യകാല പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ വേഷം ഉത്തർപ്രദേശുകാർക്കൊരു ഹരമാണ്. നെഹ്റു സൂട്ടും ചുരിദാറും അണിഞ്ഞു വന്ന മജസ്റ്റിക് കപ്പിൾസ് ഫ്രം ലക്ന, റോസി ആൻഡ് ബാബു വർഗീസ്. പടിയറ പിതാവിന്റെ അതിരൂപതയായ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക തറവാടിൽ നിന്ന് എത്തിയ യങ് കപ്പിൾ ചിന്നമ്മ ആൻഡ് ജോസഫ് പുതിയാവളമ്പ്. പ്രശസ്തമായ ഗോൾഡൻ ടെമ്പിളും
ബങ്കര ഡാൻസിൻ്റെ ഇടവും ഗോതമ്പിൻ്റെ നാടുമായ പഞ്ചാബിൽ നിന്ന് എത്തിയ യങ് ആൻഡ് ബ്യൂട്ടിഫുൾ കപ്പിൾസ് മിസ്സസ് ലീന ആൻഡ് ബെന്നി ആലപ്പ. മറ്റ് സാധാരണ കേരളീയ വേഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കേരളത്തിലെ മുസ്ലിംസ് ഖാദിജ ആൻഡ് ഖദീജ, കുഞ്ഞമ്മ ആൻഡ് ഫ്രാൻസിസ്. കടലമ്മയുടെ കരുമീൻ തേടി അരയന്മാർ കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ അരയത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് അവരുടെ വിശ്വാസം. ചാകര വരുമ്പോൾ മുക്കുവൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷം ചെറുതൊന്നുമല്ല. ചുറുചുരുക്കം തൻ്റെ ഇടവുമുള്ള ഒരു മുക്കുവർ കപ്പിൾസിനെ പരിചയപ്പെടും. മേരിക്കുട്ടി മൈക്കിൾ ആൻഡ് പോൾ ചാക്കോ. അമ്പലക്കുളങ്ങളുടെ നാടാണല്ലോ തമിഴ്നാട്. കലയിലും സംഗീതത്തിലും ഡാൻസിലുമൊക്കെ അവിടുത്തെ അമ്പലങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ പോയി തൊഴുതു വന്ന കപ്പിൾസാണ് സിൽവി ആൻഡ് സണ്ണി ചാക്കോ. നോർത്ത് ഇന്ത്യൻ വസ്ത്രങ്ങളായ ലങ്കയും ഷെർവാനിയും അണിഞ്ഞ് നിങ്ങളുടെ മനം കവർന്ന മിസ്സസ് റെജീന ആൻഡ് ജോസഫ് കാഞ്ചമല. അഭിമന്യ മാർ അങ്ങാടിയത്ത് പിതാവേ, ബഹുമാന്യരായ വൈദികരെ, സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ വിമൻസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഫാഷൻ പരേഡിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ അഗാധവുമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ സദസ്സിൽ MC ആയി സഹകരിച്ച മിസ്റ്റർ പോൾ ചാക്കോയെ ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ MC ആയി പ്രവർത്തിച്ച മിസ്റ്റർ ടോം മുണ്ടക്കലിനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ സംരംഭത്തിന് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വലം കൈയായി പ്രവർത്തിച്ച റെജീന ആൻഡ് ജോസഫ് കാഞ്ചമലയെ ഇതോടൊപ്പം നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്തുവാനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അവർക്ക് ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി. താങ്ക് യു. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി വളരെയധികം സമയവും കഠിനാധ്വാനവും ചെയ്ത് ഞങ്ങളെ ഇത്രയൊക്കെ ഒരുക്കി ഇത്രയും മനോഹരമായി പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങളെ ഒരുക്കിയ ശ്രീമതി പെണ്ണമ്മ ആൻഡ് മാത്തുക്കുട്ടി വടക്കേക്കര, അവരോട് എന്തുമാത്രം നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. നിങ്ങളുടെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഞാൻ അവർക്ക് യഥാർത്ഥമായി നന്ദി പറയുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്. ഇതല്ലെങ്കിലും ഉള്ളവർ ലൈവായിട്ടും ബെൻ മാമൻ, വിൻസെന്റ് പി വറീദ്, ആൻഡ്രോ എരുവേലിക്കുന്നേൽ, ബാബു ജെ മാണി, ജോർജ് പടവിൽ, പോൾ ആന്റണി, സെബാസ്റ്റ്യൻ ചെറുമടത്തിൽ, പെണ്ണമ്മ വടക്കേക്കര. പെണ്ണമ്മയും അത് തന്നെ ഫാഷൻ ഷോയിലുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ ഇ തോമസ്, സണ്ണി ചാക്കോയും ഫാഷൻ ഷോയിലുള്ളതുകൊണ്ട് വരാൻ പറ്റില്ല. ഇപ്പോൾ എക്സ് ഓഫീഷ്യോ ജോസഫ് കളപ്പുരയ്ക്കൽ, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ സെബാസ്റ്റ്യൻ അഴാർ, കോ ചെയർമാൻ പൗലോസ് പെരുമറ്റം, തോമസ് ആയുത്തുപാടം ഫാഷൻ ഷോയിൽ അകത്തുണ്ട്, ടി ജോസഫ്,
ജോസ് മടത്തിക്കുന്നേൽ, ജോർജ് എടയോടിയിൽ, ഞാൻ ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് സിൽവർ ജൂബിലി കമ്മിറ്റിയിലെ ടീം. ഇവർ മാത്രമല്ല, കുറച്ച് പേർ ഓരോരോ ജോലികളിൽ വ്യാപൃതരായിരിക്കുകയാണ്. 2-3 പേർ വന്നിട്ടില്ല. ഞങ്ങളുടെ ഒരു ടീം വർക്ക് ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങളിൽ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലുമുള്ള വീഴ്ചകൾ ഈ സിൽവർ ജൂബിലി ആഘോഷ വർഷത്തിലുണ്ടായിരിക്കുന്ന ഞങ്ങളോട് ക്ഷമിക്കണം, പൊറുക്കണം എന്നുകൂടെ അപേക്ഷിക്കുകയാണ്. ഈ അവസരത്തിൽ അഭിമാന പുരസ്സരം ഞങ്ങളുടെ ടീമിനെ ഞാനിവിടെ പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയാണ്. താങ്ക് യു. Now we continue. മതി കൊഞ്ചുന്ന
practice the song together. But I'm glad to introduce Kerala Children's Choir, which started 6 years ago, and they have been training under me for the last 6 years. We have, I'll start with the oldest member, senior Leslie John, her sister Christy John, Gina Anthony, my daughter Marianne Taila, and my niece Divya Mary James. We have a lot of other members, as I told you. We hope to present them one day to you. Thank you. Koyile, pani koyile,
മകരക്കൊത്ത് കഴിഞ്ഞടി പെണ്ണി ചെയ്താരോ മഞ്ഞു പെയ്ത് മരങ്ങൾ പൂത്തടി ചെയ്താരോ മകരക്കൊത്ത് കഴിഞ്ഞടി പെണ്ണി ചെയ്താരോ മഞ്ഞു പെയ്തു മരങ്ങൾ പൂത്തടി ചെയ്താരോ മലകൾ പോം അമരനി മരമോ ഞാനാടി മലകൾ പോം അമരനി മരമോ ഞാനാടി പാട്ടിമേളം നല്ല പഞ്ചാരി മേളം തപ്പ് കൊട്ടിത്താളം തകില് കൊട്ടിത്താളം കുറ്റിത്താളം മോഹിയെടുത്ത താളം കൊമ്പ് വിളിക്കണ് കുഴല് വിളിക്കണ് പാട്ടിമേളം നല്ല പഞ്ചാരി മേളം നടത്തുറന്നകരായി ദിനമോട് തെയ്യത്തെ തൊഴുതുമടണം കണ്ടവനെ നടയിൽ തെളിദീപം ഒളിയേ ചിരിയോടെ അവനെന്നെ നോക്കണ നാണം വന്നേ
ും
കള്ളക്കടക്കണ്ണിൽ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ Ride your body with the spray kids and I'm all that you and I'm all that you down. Truly fight to the limit, to the point, just a little bit. Glad to risk it all. Let me do it one more time, do it one more time. Baby, come on, let's get it out of here. രാജാധിരാജ വേഷമിട്ടതിന്നു ഓർത്തു ഞാൻ മധുരമാം നിമിഷം രാജനാടി